മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നു. മലയാളികൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. വലിയ സമ്മാനങ്ങൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് തന്നിരിക്കുന്നു. ഈ ഒരു വരവുമായിട്ട് മലയാളികൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് രാഹുൽ ഗാന്ധി എറണാകുളത്ത് എത്തിയിരുന്നത്. ആ എത്തിയ സമയത്ത് രാഹുൽ ഗാന്ധി തന്റെ സ്വന്തം പാർട്ടിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സുധാകരനോട് എന്തായിരുന്നു ചെയ്തത് എന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കെ സുധാകരനെ രാഹുൽ ഗാന്ധി അങ്ങ് അപമാനിച്ചിരുന്നു. ഈ കൃത്യമായിട്ട് അടുത്തിരിക്കുന്ന, നിങ്ങൾ തന്നെ കാണുന്നില്ലേ, കൃത്യമായിട്ട് അടുത്തിരിക്കുന്ന സുധാകരന്റെ കൈ തട്ടിയിട്ട് പറയാണ് മാറിയിരിക്കോ. എന്നിട്ട് ആ അടുത്തേക്ക് സണ്ണി ജോസഫിനെ ഇരുത്തുക. ഇത് കാണുന്ന എത്ര ആളുകളാണ് ഇത് ലൈവായിട്ട്? കേരളത്തിലെ 10,000-കണക്കിന് ആളുകൾ, അത് കോൺഗ്രസ്സുകാര് മാത്രമൊന്നുമല്ല, 10,000-കണക്കിന് ആളുകൾ ഒരേ സമയം കണ്ടിരിക്കുമ്പോ ഈ രാഹുൽ ഗാന്ധി അടുത്തിരിക്കുന്ന സുധാകരനെ കൈ തട്ടിക്കൊണ്ട് മാറിയിരിക്കാൻ പറയാം. എന്താവശ്യമാണെങ്കിലും സുധാകരൻ സ്വന്തം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ്, എന്താവശ്യമായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഒന്നെങ്കിൽ ആ വേദിയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് തന്നെയെങ്കിലോ അടുത്തിരിക്കരുത്, സണ്ണി ജോസഫ് ഇരുന്നാൽ മതി, ആ തരത്തിൽ പറയാമായിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സണ്ണി ജോസഫിനോട് പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ എന്തിനേറെ പറയുന്നു, ഒരു MP കൂടിയല്ലേ സുധാകരൻ എന്ന് പറയുന്നത്. ഈ MP-യുടെ പിന്തുണയോടുകൂടിയല്ലേ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനായിട്ടുള്ള കെ സുധാകരനെ പരസ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധി അങ്ങ് അപമാനിച്ചതായിരുന്നു. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ്, ഇതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ട് ഒരു ലീഡർ ഏത് തരത്തിൽ എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ വ്യക്തമാവുന്നത്. അതായത് രാഹുൽ ഗാന്ധി കെ സുധാകരനെ അപമാനിച്ച് മുന്നോട്ട് പോകുമ്പോ സ്വന്തം പാർട്ടിയിലെ MP കൂടിയാ. എന്നാൽ നേരെ മറിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോ പ്രോഗ്രാമില് എങ്ങനെയാണ് VV രാജേഷിനെ സ്വീകരിച്ചിട്ടുള്ളത്? കെട്ടിപ്പിടിച്ചുകൊണ്ട്, എന്റെ സുഹൃത്താണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, മുംബൈയുള്ള എന്റെ പ്രിയ സുഹൃത്ത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച്, അത് കുറച്ച് സെക്കൻഡുകൾ നീണ്ടിട്ടുള്ള കൃത്യമായ ഒരു കെട്ടിപ്പിടിക്കലും ആ ഒരു ആദരവ് കൃത്യമായിട്ട് അദ്ദേഹം മുന്നോട്ട്. ഇത് മാത്രമാണോ ഈ VV രാജേഷിനെ കെട്ടിപ്പിടിച്ച് മാത്രമാണോ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഭാരതീയ സംസ്കാരം അനുസരിച്ച് കാല് തൊട്ട് വന്ദിക്കുമ്പോ തിരിച്ച് കാല് തൊട്ട് വന്ദിക്കുക? ഇത് മലയാളികൾ അത്ഭുതത്തോടെ, അതിലേറെ അഭിമാനത്തോടു കൂടിയല്ലേ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു പ്രധാനമന്ത്രി തന്റെ ജനതയെ എങ്ങനെ നോക്കിക്കാണുന്നു. ഒരു ഡെപ്യൂട്ടി മേയർ പ്രായം കൊണ്ടുപോലും, ഓരോ ആളുകൾ മനസ്സിലാക്കണം, പ്രായം കൊണ്ടുപോലും നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ചെറുപ്പമുള്ള, അതിലേക്കാറല്ല ഒരു സ്ത്രീകളെ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യം സ്ത്രീകളെ എങ്ങനെയാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നതിന്റെ ഇതിലും അപ്പുറം ഇനി തെളിവുണ്ട്? ഇതിനും അപ്പുറം ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ? ഇതൊക്കെ ലോകം കാണുകയല്ലേ, ഇത് ലോകം കാണുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി എന്നതിലപ്പുറം ലോകത്തൊരു പ്രധാനപ്പെട്ട നേതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഒപ്പിയെടുക്കുന്ന സുന്ദരമായ ഒരു നിമിഷം നമ്മുടെ തിരുവനന്തപുരത്ത് പിറന്നിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നേരെ പ്രതിപക്ഷത്തുള്ള ഈ രാഹുൽ ഗാന്ധി തന്നെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു MP-യെ, പ്രതിപക്ഷ നേതാവുന്നത് MP-മാരുടെ എണ്ണത്തിനനുസരിച്ചാണല്ലോ, ആ MP-യെ, ഏത് MP, ഏതെങ്കിലും ആദ്യമായിട്ട് വിജയിച്ചു വന്ന ഏതെങ്കിലും MP ആണല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനായിട്ടുള്ള സുധാകരനെ സ്റ്റേജിൽ വെച്ച് അപമാനിച്ച് എടുത്ത് മാറ്റിയിരുത്തിയത് നമ്മൾ നോക്കിക്കാണണം. പ്രതിപക്ഷം എങ്ങനെയാണ്
തന്റെ സ്വന്തം പാർട്ടിയിലെ നേതാവിനെ, ഒരു MP-യെ, മുൻ KPCC പ്രസിഡന്റിനെ, വളരെ വലിയ ജനപിന്തുണയുള്ള നേതാവിനെ, രാഹുൽ ഗാന്ധിക്ക് ഇതിനോടൊക്കെ ഒരു പുച്ഛവും പരിഹാസമൊക്കെയാണ് ഇവരുടെ നേതാക്കന്മാരെ തന്നെ. അതേ നേരെ ഇപ്പുറത്ത് ഭരണപക്ഷമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു ഡെപ്യൂട്ടി മേയറെ, രാജ്യത്ത് എത്ര ഡെപ്യൂട്ടി മേയർമാർ, എത്ര മേയർമാർ, എത്ര സംവിധാനങ്ങൾ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 140 കോടിയിലധികം ജനങ്ങളുള്ള, ഒരുപാട് സംസ്ഥാനങ്ങളുള്ള, ഒരുപാട് ജില്ലകളുള്ള, ഒരുപാട് മേയർമാരുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഡെപ്യൂട്ടി മേയർക്ക് മുന്നിൽ കാല് തിരിച്ചു തൊട്ടു അത് പറഞ്ഞ് എത്രത്തോളം മുന്നോട്ട് വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. അത് അത്രത്തോളം പുണ്യമാണ്, ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്, ഈ രാജ്യത്തിന്റെ പൈതൃകമാണ്, പാരമ്പര്യമാണ്. സ്ത്രീകളെ എങ്ങനെ ആദരിക്കും എന്നതിന്റെ ഇതിലും അപ്പുറം ഒന്നും തന്നെ ഇനി മുന്നോട്ട് വെക്കാൻ പോലുമില്ല. ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രോഗ്രാമില് നമ്മുടെ കേരളത്തില് സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസനങ്ങളും സമ്മാനിച്ചിരിക്കുന്നു. അമൃത് ഭാരത് ട്രെയിനുകൾ, 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിനുകൾ നമ്മുടെ കേരളത്തിന് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഇതില് വലിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. വളരെ മൂല്യമുള്ള, പലപ്പോഴും ഈ വികസനം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഓടിപ്പോവുകയാണ്. കാരണം സാധാരണക്കാർ ഇത് തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം കൊണ്ട്, മോദിയിലേക്ക്, BJP-യിലേക്ക് ജനം വരുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മുടെ മാധ്യമങ്ങള് വികസനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞങ്ങ് പോവാ. ഞാനൊന്ന് എടുത്തെടുത്ത് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, തെരുവ് കച്ചവടക്കാരെ ശാക്തീകരിക്കുന്ന ഒരു ചുവടുവെപ്പായ പ്രധാനമന്ത്രി സ്ഥാനിധി പദ്ധതി പ്രകാരം 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും വിതരണം ചെയ്തു. സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുകയും അടിസ്ഥാന സമൂഹങ്ങളിലുടനീളം സാമ്പത്തികം വികസിപ്പിക്കുകയും ചെയ്യുന്നതിനാണിത്. ആദ്യത്തേതാണ്. ഇനി രണ്ടാമത്തേതാണ്. CSIR IIST ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. കേരളത്തിന്റെ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു കേന്ദ്രം. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റേഡിയോ സർജറി സെന്ററിനുള്ള കല്ലിട്ടു. ഇതൊരു നാഴികക്കല്ല് സൗകര്യം. സങ്കീർണമായ നാഡീവ്യവസ്ഥ വൈകല്യങ്ങൾക്ക് ഇത് വളരെ കൃത്യമായ നോൺ ഇൻവേസീവ് ചികിത്സ നൽകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇതിന്റെ മൂല്യം മനസ്സിലാവും. പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഹോസ്പിറ്റലുകളെ നമ്മൾ ഒരുപാട് ദൂരേക്ക് തേടിപ്പോകുന്നതിന് പകരം നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ പ്രാധാന്യമുള്ള ഓരോ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് പൂജപ്പുരയിലെ പുതിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവശ്യ സേവനങ്ങളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം ഉറപ്പാക്കുകയും തപാൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം. അടുത്തതായിട്ട് റെയിൽവേ കണക്ടിവിറ്റിയാണ്. 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിനുകളാണ് നമ്മുടെ കേരളത്തിന് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇത് ആദ്യ പ്രോഗ്രാമിലെ നമ്മുടെ കേരളത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തന്നിട്ടുള്ള സമ്മാനങ്ങൾ മാത്രമാണ്. അടുത്തതിലും വലിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. സകല ആളുകളും തിരിച്ചറിയാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിയിലെ ആളുകളെ പോലെ എങ്ങനെ കാണുന്നു. അത് ഈ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ആളുകൾക്ക് സാധാരണക്കാരെ കുറിച്ചൊരു വിലയില്ല. മണ്ണിൽ നിന്ന് പണിയെടുത്ത് വന്ന K. സുധാകരനെ അപമാനിക്കുമ്പോ അത് സാധാരണ പ്രവർത്തകർക്കൊരു വേദനയാണ് എന്നുള്ളത് അത് സാധാരണക്കാർക്കേ തിരിച്ചറിയൂ. ഈ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചിട്ടുള്ള, വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ നരേന്ദ്രമോദിക്ക് സകലതും മനസ്സിലാവും. ഒരു ഡെപ്യൂട്ടി മേയറെ പോലും എത്രത്തോളം ബഹുമാനത്തിൽ ഒരു സ്ത്രീ കാലുതൊട്ട് വന്ദിക്കുമ്പോൾ തിരിച്ച് കാലുതൊട്ട് വന്ദിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ് ഈ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതുപോലൊരു പ്രധാനമന്ത്രിയെ നമുക്ക് ലഭിച്ചതിൽ ഓരോ ഭാരതീയനും ഒരുപാട് അഭിമാനിക്കാം.